ഗൂഗിൾ സെർച്ച് എഞ്ചിൻ്റെ സ്ട്രീറ്റ് വ്യൂവിന് കേന്ദ്ര സർക്കാർ അനുമതി നിഷേധിച്ച വാർത്ത ഇന്നലെ പത്രങ്ങളിൽ വായിച്ചു. എന്താണ് ഈ ഗൂഗിൾ സ്ട്രീറ്റ് വ്യൂ നിരോധനത്തിന് കാരണം? ഇന്ത്യയിൽ മാത്രമാണോ ഈ നിരോധനം? ഗൂഗിളിൻ്റെ മറ്റേതെങ്കിലും പ്രവർത്തനങ്ങൾക്ക് ലോകത്തെവിടെയെങ്കിലും നിരോധനമുണ്ടോ? ഉണ്ടെങ്കിൽ എന്താണ് കാരണം? സൗജന്യമായി ഇമെയിൽ സർവീസും സെൽഫ് സർവീസും തുടങ്ങി നിരവധി ഓൺലൈൻ സർവീസുകൾ നൽകുന്ന ലോകത്തെ ഒന്നാമത്തെ കമ്പനിയാണ് ഗൂഗിൾ. ഗൂഗിൾ നമുക്കിങ്ങനെ സൗജന്യ സേവനം നൽകുമ്പോൾ ആ കമ്പനി എങ്ങനെ ലാഭമുണ്ടാക്കുന്നു? എങ്ങനെ ഇൻ്റർനെറ്റ് മാർക്കറ്റിലെ ഒന്നാം സ്ഥാനക്കാരനായി തുടർന്നു വരുന്നു? ഇവിടെയാണ് ഗൂഗിൾ ഉപയോഗക്കാരായ നമ്മളെല്ലാം കണ്ണു തുറന്ന് നോക്കേണ്ടത്. ആപ്പിളിൻ്റെ ഇപ്പോഴത്തെ CEO ടിം കുക്ക് പറഞ്ഞ ഒരു കാര്യമുണ്ട്. ഇൻ്റർനെറ്റ് സർവീസുകൾ ഒരു കമ്പനി നമുക്ക് സൗജന്യമായി തരുമ്പോൾ ആ കമ്പനിയുടെ ഉൽപ്പന്നമെന്നത് അവർ നൽകുന്ന സൗജന്യ സേവനമല്ല. ആ സർവീസുകൾ ഉപയോഗിക്കുന്ന നമ്മളെല്ലാമാണ് ആ കമ്പനിയുടെ ഉൽപ്പന്നങ്ങൾ. നമുക്ക് സൗജന്യ സർവീസുകൾ നൽകുമ്പോൾ നമ്മൾ ആ കമ്പനിക്ക് പ്രതിഫലമായി നൽകുന്നത് നമ്മുടെ പ്രൈവസി അല്ലെങ്കിൽ സ്വകാര്യതയാണ്. അവർ നമ്മുടെ ഇമെയിൽ മെസ്സേജുകളും ചാറ്റുകളും ഇൻ്റർനെറ്റ് സെർച്ചും നമ്മൾ വിസിറ്റ് ചെയ്യുന്ന സൈറ്റുമൊക്കെ നമ്മളറിയാതെ സൂക്ഷ്മതയോടെ പഠിക്കുന്നു, സൂക്ഷിച്ചു വയ്ക്കുന്നു. സ്വകാര്യമായ നമ്മെക്കുറിച്ചുള്ള ഈ വിവരങ്ങൾ ശേഖരിച്ച് നമുക്ക് അനുയോജ്യമായ സാധനങ്ങളെയും സേവനങ്ങളെയും കുറിച്ചുള്ള പരസ്യങ്ങൾ കൃത്യമായി നമ്മളെ ടാർഗറ്റ് ചെയ്ത് നമ്മുടെ ഇൻ്റർനെറ്റ് സെഷനുകളിൽ നമുക്ക് അയക്കുന്നു. അങ്ങനെ നമ്മളെക്കുറിച്ച് നമ്മൾ പോലും ഒരുപക്ഷെ അറിയാത്ത പ്രൊഫൈലുകൾ ഉണ്ടാക്കി അതിനെ ഇത്തരം അഡ്വർടൈസ്മെൻറ്റ് വഴി പണമാക്കി മാറ്റുന്നു. ഒരുപക്ഷെ നമ്മളിൽ പലർക്കും നമ്മളറിയാതെ നമ്മുടെ സ്വകാര്യതയെ ചൂഷണം ചെയ്യുന്നത് ഇഷ്ടമാകില്ല. അതാണ് ടിം കുക്കിൻ്റെ വാക്യത്തിനർത്ഥം. സൗജന്യമായി ഇൻ്റർനെറ്റ് സർവീസ് നൽകുമ്പോൾ അതിന് വിലയായി നമ്മളുടെ സ്വകാര്യതയെ ഇത്തരം കമ്പനികൾ പ്രതിഫലമായി എടുക്കുന്നു. അങ്ങനെ നമ്മൾ അവരുടെ ഉൽപ്പന്നങ്ങളാവുന്നു. ആ ഉൽപ്പന്നങ്ങളുടെ പ്രൊഫൈൽ അനുസരിച്ചുള്ള അഡ്വർടൈസ്മെൻറ്റ് നമ്മളിലേക്ക് അയച്ച് അവർ ലാഭമുണ്ടാക്കുന്നു. ലോകത്തെ എല്ലാ സൗജന്യ ഇൻ്റർനെറ്റ് സർവീസുകളും ഈ ബിസിനസ് മോഡൽ അനുസരിച്ചാണ് പ്രവർത്തിക്കുന്നത്. സ്വകാര്യതയുടെ പേരിൽ അമേരിക്കയിലും യൂറോപ്പിലും ഗൂഗിൾ ധാരാളം കേസിൽപ്പെട്ട് പിഴയൊടുക്കിയിട്ടുണ്ട്. ഇനി ഗൂഗിൾ സ്ട്രീറ്റ് വ്യൂവിൻ്റെ കാര്യത്തിലേക്ക് വന്നാൽ 2012 കണക്കനുസരിച്ച് 12 രാജ്യങ്ങളിൽ ഇതിനെതിരെ അന്വേഷണം നടക്കുന്നു. ഏതാണ്ട് 9 രാജ്യങ്ങളിൽ ഗൂഗിൾ സ്ട്രീറ്റ് വ്യൂ വഴി നിയമലംഘനം നടത്തിയെന്ന് കണ്ടെത്തിയിട്ടുണ്ട്. 2013 അമേരിക്കയിലെ 38 സ്റ്റേറ്റുകൾ ഗൂഗിൾ സ്ട്രീറ്റ് വ്യൂവിനെതിരെ എടുത്ത കേസിൽ ഗൂഗിൾ $7 മില്യൺ പിഴയടച്ചു. അവിടെ സംഭവിച്ചത് സ്ട്രീറ്റ് വ്യൂ എടുത്തതിൻ്റെ കൂടെ ആ ഭാഗങ്ങളിലുള്ള വലിയൊരു ഭാഗം വൈഫൈയുടെ ഡേറ്റ കൂടി ഗൂഗിൾ ശേഖരിച്ചു വച്ചു. ആ സ്ഥലങ്ങളിലെ വൈഫൈ ഹോട്ട്സ്പോട്ടുകളുടെ മാക് അഡ്രസ്സും നെറ്റ്വർക്കുകളുടെ SSIDയും എന്തിന് ഇമെയിൽ പാസ്വേഡും ഇമെയിലിൻ്റെ ഉള്ളടക്കം വരെ അതിൻ്റെ ഉടമസ്ഥർ അറിയാതെ ഗൂഗിൾ സൂക്ഷിച്ചു വച്ചു. ഇത്തരത്തിൽ ഗൂഗിൾ സ്വകാര്യതയിലേക്ക് നടത്തുന്ന കടന്നുകയറ്റങ്ങളെയും അത് തടയാൻ അവർ ഒടുക്കിയ പിഴകളുടെയും വെളിച്ചത്തിൽ വേണം നമ്മൾ ഗൂഗിൾ സ്ട്രീറ്റ് വ്യൂവിന് ഇന്ത്യ പെർമിഷൻ നൽകുന്നത് നീട്ടിവെച്ച തീരുമാനത്തെ കാണാൻ. അതിന് കാരണമായി നമ്മുടെ സർക്കാർ പറഞ്ഞത് 2016 നടപ്പാക്കാൻ പോകുന്ന ജിയോ സ്പേഷ്യൽ ഇൻഫർമേഷൻ ബിൽ പാസാക്കിയ ശേഷം ഗൂഗിൾ സ്ട്രീറ്റ് വ്യൂവിൻ്റെ അപേക്ഷ പരിഗണിക്കാമെന്നാണ്. ഈ ബിൽ പ്രകാരം ഇന്ത്യയുടെ ഭൂപടം തെറ്റായി ചിത്രീകരിച്ചാൽ 7 വർഷം വരെ തടവും 100 കോടി വരെ പിഴയും ഉണ്ടാകും. ഇത് ഗൂഗിളിൻ്റെയും മൈക്രോസോഫ്റ്റിൻ്റെയും ഇപ്പോൾ നടത്തുന്ന പ്രവർത്തനങ്ങൾക്ക് എതിരാവാൻ സാധ്യതയുണ്ട്. സർക്കാർ ഗൂഗിൾ വ്യൂ സമ്മതിക്കാത്തതിന് പ്രധാന കാരണം മുംബൈയിൽ നടന്ന നവംബർ 26 ഭീകരാക്രമണവും പഠാൻകോട്ടിലെ എയർബേസിൽ ഈ വർഷം ജനുവരി 1-2 തീയതികളിൽ നടന്ന ഭീകരാക്രമണവും ആസൂത്രണം ചെയ്തത് ഗൂഗിൾ മാപ്പ് ഉൾപ്പെടെയുള്ള ജിയോസ്പേഷ്യൽ സംവിധാനങ്ങൾ ഉപയോഗിച്ചാണെന്ന കണ്ടെത്തലാണ്. ഗൂഗിൾ സ്ട്രീറ്റ് വ്യൂ ഉപയോഗം സാർവത്രികമായാൽ ഇന്ത്യയിലെ തന്ത്രപ്രധാനമായ സൈനിക കേന്ദ്രങ്ങളുടെ സുരക്ഷ രാജ്യത്തിന് വലിയൊരു തലവേദനയാകും. ഭീകര സംഘടനകൾക്കും ശത്രുരാജ്യങ്ങൾക്കും അവരുടെ നാട്ടിലിരുന്ന് തന്നെ പദ്ധതികൾ ആസൂത്രണം ചെയ്യാനും
ആക്രമണം നടക്കുന്ന സമയത്ത് മുംബൈയിലെ ഭീകരാക്രമണത്തിൽ നടന്നതുപോലെ ഇവരുടെ ഹാൻഡിലേഴ്സിന് സ്വന്തം രാജ്യങ്ങളിൽ ഇരുന്ന് കൃത്യമായ നിർദ്ദേശങ്ങൾ നൽകാനും ഇത് സഹായിക്കും. അതുമാത്രമല്ല, ഒരിക്കൽ പ്രവർത്തനം തുടങ്ങിയാൽ ഇന്ത്യക്ക് ഗൂഗിൾ സ്ട്രീറ്റ് വ്യൂവിൻ്റെ പ്രവർത്തനങ്ങളെ കൃത്യമായി നിയന്ത്രിക്കാൻ കഴിയാത്തത് നമ്മുടെ രാജ്യസുരക്ഷയ്ക്ക് തന്നെ ഭീഷണിയാകും. അതുകൊണ്ട് സൗജന്യമായി വ്യക്തികൾ എന്ന നിലയിൽ നമ്മൾ ഓരോരുത്തരും എന്നതുപോലെ രാജ്യമെന്ന നിലയിൽ ഇന്ത്യയും സൗജന്യ സേവനങ്ങൾ സ്വീകരിക്കുമ്പോൾ തീർച്ചയായും അതിന് വലിയൊരു വില കൊടുക്കേണ്ടി വരുന്നു. ഇംഗ്ലീഷിൽ പറയുന്നത് പോലെ ദർ ഈസ് നത്തിങ് കോൾഡ് എ ഫ്രീ ലഞ്ച്. അതായത് ഉച്ചയൂൺ ആരും സൗജന്യമായി തരില്ല. എന്ത് സാധനമോ സേവനമോ സൗജന്യമായി നൽകുന്നുണ്ടെങ്കിലും അതിനൊരു വില കൊടുക്കണം. അത് ഒരുപക്ഷെ രൂപക്കണക്കിലായിരിക്കില്ല. ഇൻ്റർനെറ്റ് സർവീസുകൾ നമ്മുടെ പ്രൊഫൈൽ ഉണ്ടാക്കി അതിനെ കാശാക്കുന്നു. അതിനാൽ ഇൻ്റർനെറ്റ് സർവീസ് കമ്പനികൾ ഇന്ത്യയിൽ സൗജന്യ സേവനവുമായി വരുമ്പോൾ നമുക്കുറപ്പിക്കാം, അവർ നമ്മളറിയാതെ നമ്മളെ ചൂഷണം ചെയ്ത് ഒരു വില ഈടാക്കുന്നുണ്ട്. ലാഭമുണ്ടാക്കാത്ത ബിസിനസ് ഇല്ലല്ലോ. ഗൂഗിൾ സ്ട്രീറ്റ് വ്യൂവിൻ്റെ കാര്യത്തിലും ഇന്ത്യക്ക് സ്വന്തമായ GPS സംവിധാനം ഉണ്ടാക്കാൻ ഉപഗ്രഹങ്ങൾ വിക്ഷേപിച്ച കാര്യത്തിലും ഇന്ത്യ കാണിച്ച മുൻകരുതൽ മനസ്സിലാക്കി ഇൻ്റർനെറ്റിൽ ജീവിതത്തിൻ്റെ വലിയൊരു ഭാഗം ചിലവിടുന്ന നമ്മൾ ഓരോരുത്തരും നമ്മുടെ സ്വകാര്യതയെ സംരക്ഷിക്കാൻ ആവശ്യമായ മുൻകരുതലുകൾ എടുക്കണം.